കുവൈറ്റ് ഗൾഫ് ബാങ്കിൽ നിന്നും 700 കോടി ലോൺ തട്ടി മലയാളികൾ. കൂടുതലും നഴ്സുമാർ. വിശദീകരണവുമായി പ്രതികളായ മലയാളികൾ. കുവൈറ്റിലെ ഗൾഫ് ബാങ്കിൽ 700 കോടി ലോൺ തട്ടിപ്പ് നടത്തി മുങ്ങിയ 1425 മലയാളികൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചു. ഗൾഫ് ബാങ്കിൽ നിന്നും ലോൺ നേടിയ ശേഷം അവിടെ നിന്നും മുങ്ങിയവർക്കെതിരെയാണ് അന്വേഷണം. തട്ടിപ്പ് നടത്തിയ 1425 മലയാളികളിൽ 700ഓളം പേർ നഴ്സുമാരാണെന്ന് കണ്ടെത്തി. സംഭവത്തിൽ ഇതുവരെ 20ഓളം കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത്. കേസുമായി ബന്ധപ്പെട്ട ദക്ഷിണ മേഖല ഐജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ഏകോപിപ്പിക്കും. ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കുവൈറ്റിലെ ഗൾഫ് ബാങ്ക് അധികൃതർ കേരളത്തിലെത്തിയപ്പോഴാണ് തട്ടിപ്പിന്റെ ചുരുളഴിയുന്നത്. കുവൈറ്റിലെ മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന 700ഓളം പേർ കുറ്റാരോപിതരാണ്. ഗൾഫ് ബാങ്കിനെ കബളിപ്പിച്ച് 700 കോടി തട്ടിയാണ് മലയാളികൾ മുങ്ങിയത്. 50 ലക്ഷം മുതൽ 2 കോടി രൂപ വരെയാണ് പലരും ലോൺ എടുത്തത്. കുവൈറ്റ് വിട്ട പലരും പിന്നീട് മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറി. 1 മാസം മുമ്പാണ് കേരളത്തിൽ ഗൾഫിൽ നിന്നും ബാങ്ക് തട്ടിപ്പിന്റെ കഥയുമായി ബാങ്ക് അധികൃതർ എത്തിയത്. കഴിഞ്ഞ മാസം 5-ാം തീയതി ബാങ്ക് പ്രതിനിധികൾ സംസ്ഥാന പോലീസ് മേധാവികളെ കണ്ടു. പിന്നീട് DGP നിർദ്ദേശിച്ച പ്രകാരമാണ് കേസെടുത്തത്. തട്ടിപ്പ് നടത്തിയവരുടെ വിലാസമടക്കം നൽകിയാണ് പരാതി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2020-22 കാലത്ത് ബാങ്കിൽ നിന്നും ചെറിയ ലോൺ എടുത്താണ് തട്ടിപ്പ് തുടങ്ങിയത്. ഈ തുക കൃത്യമായി അടച്ച് പിന്നീട് 2 കോടി രൂപ വരെ ലോൺ എടുത്ത് പലരും കേരളത്തിലേക്കും ഇംഗ്ലണ്ടിലേക്കും കാനഡയിലേക്കും അമേരിക്കയിലേക്കും കുടിയേറി. നിലവിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. എറണാകുളം, കോട്ടയം ജില്ലാ വിഭാഗങ്ങളിലായിരിക്കും കേസ് അന്വേഷിക്കുക. ബാങ്കിനെ കബളിപ്പിച്ചു എന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ എറണാകുളം, കോട്ടയം എന്നീ ജില്ലകളിലെ ആളുകൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിന്റെ ഇടനിലക്കാരായ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കും. അതേസമയം ലോൺ തട്ടിപ്പ് കേസിൽ വിശദീകരണവുമായി പ്രതികളായ മലയാളികൾ രംഗത്തെത്തി. കോവിഡ് കാലത്ത് ജോലി നഷ്ടമായതാണ് വായ്പ മുടങ്ങാൻ കാരണമെന്നും ബാങ്കിനെ കബളിപ്പിക്കണമെന്ന് ഉദ്ദേശമില്ലായിരുന്നുവെന്നും പ്രതികൾ പറഞ്ഞു. വായ്പാ തിരിച്ചടവിൽ ഇളവ് ആവശ്യപ്പെടാനും കൂടുതൽ സമയം ചോദിക്കാനും പ്രതികൾ ശ്രമം നടത്തി. കേസിൽ പ്രതി ചേർക്കപ്പെട്ട 12 പേരിൽ മിക്കവരും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പോലീസിനെയും ഇക്കാര്യം ബോധ്യപ്പെടുത്തും. നിയമപരമായ നടപടികളുമായി സഹകരിക്കുമെന്നും പ്രതികളായ മലയാളികൾ വ്യക്തമാക്കി.